ആ മഴ വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി എത്തിയിരിക്കുന്ന ഹരിപ്പാട്ട് വിസ്മയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. വളർന്നു വരുന്ന ഒരു കൊച്ചു കലാകാരി വിസ്മയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് വിസ്മയ എന്നാണ്. എൻ്റെ വീട് ഹരിപ്പാടാണ്. നമസ്കാരം. ഹായ്, നമസ്കാരം. ഇപ്പോൾ ഹരിപ്പാട് വളർന്നു വരുന്ന ഒരു കുഞ്ഞു കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. വിസ്മയ എന്നാണ് പേര്. അപ്പം വിസ്മയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. വിസ്മയ, ഇപ്പം എന്താണ് പഠിക്കുന്നത്? ഇപ്പം ഞാൻ +1 കഴിഞ്ഞു, ഇനിയും +2 ഓക്കെ. അപ്പം ഈ അഭിനയം താല്പര്യമാണ് കൂടുതൽ? അഭിനയത്തിലേക്കാണ് താല്പര്യമുണ്ട്. ഡാൻസും പഠിച്ചിട്ടുണ്ട്? ഡാൻസും പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ അഭിനയത്തിലേക്ക് വരാനുള്ള കാരണവും അതിൻ്റെ ആ ഒരു വഴി എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സജി എന്ന് പറയുന്ന മാമൻ. ഓക്കെ. അപ്പം മാമൻ ഇങ്ങനെ ആൽബം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓഡീഷൻസിനൊക്കെ പോയി. പിന്നെ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയത് ഇങ്ങനെ ചെയ്യാൻ. ഓരോന്ന് കിട്ടാൻ തുടങ്ങിയപ്പം നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങി. പോയാനുള്ള താല്പര്യം അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ എന്ന് സ്വന്തം പുണ്യാൾ എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തു, മഹേഷ് മധു ഡയറക്ട് ചെയ്ത്. ഈ അടുത്തത് റിലീസായി, അർജുൻ അശോകൻ അനശ്വരയൊക്കെ അഭിനയിച്ച്. പിന്നെ ജമീലാൻ്റെ പൂങ്കോഴി എന്ന് പറഞ്ഞ മൂവി ഷാജഹാൻ ഡയറക്ട് ചെയ്ത് ബിന്ദു പണിക്കർ അഭിനയിച്ചൊരു മൂവിയാണ്. പിന്നെ ക്യൂബൻ കോളനി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, ഒരു അങ്കമാലി ടച്ചിട്ടുള്ളൊരു മൂവി. പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞ് ജസ്പാൽ സാർ ഡയറക്ട് ചെയ്ത് പാഷാണ ഷാജി സാർ അഭിനയിച്ച സിനിമ. അത് റിലീസായി. പിന്നെ സക്കർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അനാർക്കലി മരക്കാറ്. അത് ഷോർട്ട് ഫിലിം ടീമൊക്കെ അത് എറണാകുളം സാം സിബിൻ എന്ന് പറഞ്ഞ സാറിനാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ എത്ര ടോട്ടലായിട്ടുള്ളത്? ഇപ്പം ഞാൻ ഒരു 4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ വേഷങ്ങളിൽ നിന്നും വലിയ വേഷങ്ങൾക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. എൻ്റെ പേര് പ്രശോഭ് കുമാർ. ഞാൻ ഇന്ത്യയിലെ ഡെക്കറേഷൻ്റെ കോൺട്രാക്ടറാണ്. ഞങ്ങൾ കുഞ്ഞിന് വളരെ ചെറുപ്പം മുതൽ തന്നെ ആൽബങ്ങളിലും വീഡിയോ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ചാണ് ഈ സിനിമാ രംഗത്തേക്ക് കടന്നത്. ഒച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ വീഡിയോ ആൽബങ്ങളിലൂടെ ആയിരുന്നു ആരംഭം കുറിച്ചത്. അവിടെ എൻ്റെ കൂട്ടുകാരനായ സജി എന്ന് പറയുന്നൊരു എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ആൽബങ്ങളിലായിരുന്നു കൂടുതൽ അഭിനയിച്ചത്. അതിനുശേഷം ബിബിൻ അറ്റ്ലി സംവിധാനം ചെയ്ത ബെൻ എന്ന സിനിമയിലൂടെ ഓഡിഷനിലൂടെയാണ് പിന്നെ വന്നത്. പിന്നെ തിരഞ്ഞെടുത്ത് ആ സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം എൻ്റെ കല്ല് പെൻസില്, പിന്നെ ഒരു 7ഓളം മൂവികളിൽ അഭിനയിച്ചു. ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ചത് എന്ന് സ്വന്തം പുണ്യാളൻ, മഹേഷ് കുമാർ സാർ സംവിധാനം ചെയ്ത ബാലു വർഗീസും അനശ്വര രാജും അർജുൻ അശോകനും രഞ്ജി പണിക്കർ സാർ ഉൾപ്പെടെ നല്ല താരനിരയുള്ള ഒരു സിനിമയിലാണ് അഭിനയിച്ചത്. ഇപ്പം +2 പഠിക്കുന്ന കാരണം ഞങ്ങൾ അഭിനയം ഒരു വർഷത്തേക്ക് ഒന്ന് പുറമോട്ട് ചവിട്ടി നിർത്തിയേക്കുക. എൻ്റെ പേര് സേതുലക്ഷ്മി. ഞാനെന്ത് പറയാൻ, ഐസനെല്ലാം പറഞ്ഞില്ലേ. അപ്പം വിസ്മയുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടും അതുപോലെ തന്നെ എല്ലാ ഭാവങ്ങളും നമ്മൾ നേരുക. കുട്ടിക്ക് എല്ലാവിധ എൻകറേജും സപ്പോർട്ടും എല്ലാം കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. അച്ഛനും അമ്മയ്ക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണ്. ചില കുടുംബങ്ങളിൽ ഇത് മക്കൾക്ക് എല്ലാവരും ഒരാൾ സപ്പോർട്ടാണെങ്കിൽ ഒരാൾ സപ്പോർട്ട് കാണത്തില്ല, കേട്ടല്ലേ? അപ്പം ഇവിടെ രണ്ടുപേരും തുല്യരായിട്ട് വിസ്മയെ സപ്പോർട്ട് ചെയ്യാണ്. +1 കഴിഞ്ഞ് +2ലേക്ക് പോയതുകൊണ്ട് പഠിത്തവും നോക്കണമല്ലോ. അതുകൊണ്ട് ചെറിയൊരു അധികം ഓഡീഷനൊന്നും ഇപ്പം പോകാറില്ല അല്ലേ? ഓഡീഷനൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നല്ല ചാൻസ് ഒക്കെ വന്നാൽ അഭിനയിപ്പിക്കും. അപ്പം പ്രേക്ഷകരോട് ഇതാ പറയാനുള്ളത്, വിസ്മയ്ക്ക് ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം പഠിത്തം കണ്ടിന്യൂ ആണെങ്കിൽ തന്നെ നല്ല അവസരങ്ങളാണെങ്കിൽ വന്ന് അഭിനയിക്കാനും തയ്യാറാണ്. അതെ.
അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞാട്ടെ എല്ലാവരും. ഹായ് ഹായ്.